ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. നിയമന മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നു ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 1988 ബാച്ച് കേരള കേഡ് IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, വിവരങ്ങൾ. കീർത്തന, ഇന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര നിയമ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്നീ അംഗങ്ങളാണ് ഉള്ളത്. കോൺഗ്രസിനാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തണം എന്ന നിലപാട് ഉണ്ടായിരുന്നു. ഇക്കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നിലപാട് അറിയിക്കുകയായിരുന്നു. തന്റെ വിയോജനക്കുറിപ്പ് ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധി വയ്ക്കുകയായിരുന്നു. അതേസമയം നിലവിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിലുള്ള 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ മുതിർന്നയാൾ ഗ്യാനേഷ് കുമാറാണ്. സാധാരണ നിലയിൽ ഏറ്റവും ഈ ഒരു സമിതി എന്ന സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പ് ഏറ്റവും മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുക എന്നുള്ളതാണ് തുടർന്നു വരുന്ന രീതി. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു.